എൻ്റെ പൊന്നെ, ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നോ, ഇവിടെ അടുത്ത് മാംഗോ മെഡോസ് എന്ന ഒരു പാർക്ക് ഉണ്ടെന്ന് കേട്ടിരുന്നു. ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി പോയതാണ്. എൻ്റെ പൊന്നെ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു അതിശയോക്തിയുമല്ല കേട്ടോ. അമേരിക്കൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു പാർക്ക് കേരളത്തിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം ഇന്ന് പറയാം. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കടുത്തുരുത്തിക്കടുത്ത് ആയാങ്കുടി എന്ന സ്ഥലത്ത് ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കുണ്ട്. അതാണ് മാംഗോ മെഡോസ്. ഈ മാംഗോ മെഡോസ് മാത്യൂസ് ഹോമിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. അങ്ങോട്ട് പോകുന്ന വഴി ശരിക്കും മോശമാണ് കേട്ടോ. അപ്പടി കുണ്ടും കുഴിയും തന്നെ. ഇവിടെ എൻട്രൻസ് ഫീ 350 രൂപ പെർ പേഴ്സൺ കൊടുക്കണം. ഇത്രയും കാശൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ടുള്ള വഴി നന്നാക്കാതെ കിടക്കുന്നതിൽ ഖേദം തോന്നി. ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇനിയും പാർക്കും ഈ സ്ഥിതിയിലായിരിക്കുമോ എന്ന് സംശയിച്ചാണ് വന്നത്. പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ അതിനും കൂടി രൂപ കൊടുക്കണം. എൻട്രൻസ് ഫീ 350 രൂപ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ 350 രൂപ കൊടുത്താൽ ഒരു ദിവസം മുഴുവനും നമ്മൾക്ക് ആ പാർക്കിൽ കൂടി നടക്കാം. ഇനിയും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്പെഷ്യൽ കാർട്ടിലോ ട്രെയിനിലോ ഒക്കെ എടുത്ത് പാർക്ക് മുഴുവനും ചുറ്റി കാണാവുന്നതാണ്. ഈ 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് കൊട്ടവഞ്ചി, പെഡൽ ബോട്ടിംഗ്, ഫിഷിംഗ്, ആർച്ചറി ഷൂട്ടിംഗ്, സ്വിമ്മിംഗ് പൂൾ, സൈക്ലിംഗ്, ഗോ കാർട്ട്. പക്ഷേ ഇത്രയൊക്കെ കാര്യം ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവരാദ്യം അതൊന്നും പറഞ്ഞില്ല. എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ഒരു ബോട്ട് റൈഡും അതുപോലെ തന്നെ ഒരു ട്രെയിൻ യാത്രയും എടുത്തു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വേണമെങ്കിൽ മാത്രം അതൊക്കെ എക്സ്ട്രാ എടുത്താൽ മതി. അല്ലാതെ തന്നെ കാണാൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടും. ശരിക്കും ഒരു ഫോറസ്റ്റിലോട്ട് കയറി പോകുന്നത് പോലെ തോന്നി. കയറി ചെല്ലുന്നിടത്ത് തന്നെ വലിയ ഒരു ആലില വച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് എഴുതിയിട്ടുണ്ട് ഐ ലവ് മാംഗോ മെഡോസ് എന്ന്. അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങി. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഗൈഡ് ഞങ്ങളെയും കൊണ്ട് ടൂർ നടത്തി. നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് നേരം ഈ ഗൈഡ് നമ്മളെയും കൊണ്ട് ഈ പാർക്കിൻ്റെ മെയിൻ ഭാഗങ്ങളെല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ മാംഗോ മെഡോസ് ലോകത്തിലേക്കും വെച്ച് ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ഇത് 30 ഏക്കർ സ്ഥലത്തങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇവിടെ 4500ഓളം പലതരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളുമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 22 കോട്ടേജസുമുണ്ട്. സുഖമായി താമസിച്ച് ഈ 30 ഏക്കറിൽ കൂടിയും കറങ്ങാൻ സാധിക്കും. ഈ പാർക്ക് സൂപ്പർ ക്ലീനാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതാണ് എന്നെ കൂടുതലായിട്ടും ആകർഷിച്ചത്. അമേരിക്കയിലെ പാർക്കിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിടത്ത് പോലും ഒരു ട്രാഷും കണ്ടില്ല. അതുപോലെ പാർക്ക് മുഴുവനും ബ്രിക്സ് ഇട്ട് വീൽ ചെയർ ഉപയോഗിക്കാൻ പാകത്തിന് സ്മൂത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വീൽ ചെയർ ഒന്നും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ കൊണ്ടുവരണമെന്നാണ് തോന്നുന്നത്. ഞാൻ തിരക്കിയില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു തേയിലത്തോട്ടമുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മാംഗോ വിലാസ് ആൻഡ് ടീ ഷോപ്പ്. ഇതിനകത്ത് കുറേ സ്നാക്ക് ബാറുകളും സ്നാക്ക് ഷോപ്പുകൾ, കാപ്പി, ചായ ഇതൊക്കെ കിട്ടും. പഴംപൊരി എന്ന് വേണ്ട ഇതെല്ലാം കിട്ടും. നമുക്ക് വിശന്ന് തളർന്നാൽ ഇതൊക്കെ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേറെ പൈസ കൊടുക്കണം. പക്ഷേ നമ്മളൊന്നും വിശന്നൊന്നും ഇരിക്കേണ്ടി വരുകയില്ല. അതുപോലെ തന്നെ ഓരോ മരത്തിൻ്റെയും ചെടിയുടെയും പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബോട്ടണി സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്താൽ വിവിധ ചെടികളെയൊക്കെ കാണാൻ സാധിക്കും. അത് 4500ഓളം സ്പീഷീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ വെയിലടിക്കില്ല. അതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ തിങ്ങിയാണ് നിൽക്കുന്നത്. പണ്ട് ഞാനൊക്കെ കേട്ടിരുന്നത് വൃക്ഷങ്ങളൊക്കെ അകത്തി വയ്ക്കണമെന്നാണ്, അല്ലെങ്കിൽ ഇതൊന്നും വളരത്തില്ലെന്നാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തൊട്ടടുത്തടുത്തടുത്തടുത്തടുത്തങ്ങ് വൃക്ഷങ്ങൾ വെച്ചിരിക്കുവാണ്. ഇതൊക്കെ എങ്ങനെ ഇത്രയും വലുതായിട്ട് വളർന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഭയങ്കര അതിശയം തോന്നി. ഇതെല്ലാം നല്ല വളരെ ഭംഗിയായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇന്ത്യയുടെ ഭൂപടമാണ്. ഇതിൽ ഓരോ സ്റ്റേറ്റിലും അതാത് സ്റ്റേറ്റിലെ വൃക്ഷവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ കേരളത്തിൻ്റെ തെങ്ങും തമിഴ്നാടിൻ്റെ കരിമ്പനിയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹട്ടുകളുമുണ്ട്. നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് അല്പം റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മീനൂട്ട് പാലത്തിലോട്ടാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. നമ്മുടെ മീനൂട്ട് പാലാണ്. മീനൂട്ടിനെ പറ്റി ഒരു ചെറിയ ഐതിഹ്യമുണ്ട്. അതായത് ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ടുക എന്നതൊരു പുണ്യ പ്രവൃത്തി നേർച്ചയുമായിട്ടുള്ള കരുതപ്പെടുന്നത്. മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്ത പാപത്തിന്റെ കാഠിന്യം കുറയുമെന്നും അതുവഴി പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് 1 രൂപയുടെ കോയിൻ കട്ട് ചെയ്തിട്ട് തന്നെ പാലം ഷീറ്റ് കൊണ്ടാണ് കേട്ടോ. അയ്യോ, ഓക്കെ, 1 രൂപയുടെ കോയിൻ കട്ട് ചെയ്ത ബാലൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാലമാണിത്.
വാവ്, നല്ല റോബോട്ടിക് നാടൻ വള്ളമാണ്. ഓക്കെ. പെഡൽ ബോട്ട് അതും ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. പെഡലാണ് നമ്മൾ തനിയെ ചവിട്ടി പോകേണ്ടതാണ്. അയ്യോ, ഈ പാലം ഇൻക്രെഡിബിൾ. അപ്പൊ ഇത് പോത്തില്ലല്ലേ? ഇല്ല, തുരുമ്പെടുക്കില്ലാത്ത ഒരു സൈസ് മെറ്റലാ. നല്ല രസമുണ്ട്. അയ്യോ, എന്നാ വലിയ മീനോ. നമുക്ക് ഇവിടെ ഇടാം മീന്. എന്റെ ദൈവമേ, മീനിന്റെ വലിപ്പം കാണണമെങ്കിൽ നോക്കാം. ഇത് അയ്യോ, മീനൂട്ട്. ഇതാണ് മീനൂട്ട്. ഈ പാലത്തിൽ കൂടി നടക്കാൻ നല്ല രസമായിരുന്നു. ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാൻ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയെന്നാൽ ഈ പാർക്ക് മുഴുവനും നല്ലതായിട്ട് കാണാൻ സാധിക്കും. ഈ ലേക്കിന് ചുറ്റും കോട്ടേജസ് ആണ്. അവിടെ താമസിച്ചുകൊണ്ട് മീനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് മീനൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ മീനൊക്കെ ഇങ്ങനെ കിടന്ന് പൊളയുന്നത് കാണാൻ എന്നാ രസമാണ്. വലിയ കാളാഞ്ചികളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൽ ഒരു ചെറിയ സ്റ്റേജ് പോലെയുണ്ട്. ചെറിയ പാർട്ടികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ശരിക്കും ഇവിടെ അങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കുക, നിങ്ങൾ തന്നെ പറ ഇതൊന്ന് കണ്ടിട്ട്. വെള്ളവും വീടും മീനും അതുപോലെ തന്നെ ചുറ്റിനും തെങ്ങും വൃക്ഷങ്ങളും എല്ലാമായിട്ട് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ. പിന്നെ ഇതാണ് നീലക്കൊടുവേലി. ഇതിൻ്റെ വേര് വെച്ചാണ് ഉപ്പൻ എന്ന പക്ഷി കൂട് കെട്ടുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഏദൻ തോട്ടം. ആദാവും അവ്വായും ദേണ്ട് നിൽക്കുന്നു. അവർക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ ആപ്പിളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഈ ഏദൻ തോട്ടത്തിനകത്ത് 174 വൃക്ഷങ്ങളുണ്ട്. വാവ്, സമയം കിട്ടിയായിരുന്നെങ്കിൽ ഇതിനകത്തൂടെ എല്ലാം ഒന്ന് ഇറങ്ങി നടക്കാമായിരുന്നു. പിന്നെ എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വഴി തെറ്റാതിരിക്കും. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞെന്നാലും അങ്ങോട്ട് പോകാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് ബാറുകളും ഉണ്ട്. വിശന്നാൽ വല്ലതും കഴിക്കാം. ഇത് പിന്നെ രാമായണത്തിൽ സീതാദേവി രാമനെ കാത്തിരിക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. ആ മരമാണ് ഇത്. ശിംശിബ എന്ന ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവി ദുഃഖിതയായി ഇരുന്നത്. പിന്നെ എണ്ണപ്പന, കർപ്പൂര, തുളസി എന്ന് വേണ്ട ഈ ലോകത്തിലുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഇത് പിന്നെ കൊട്ടവഞ്ചിയുടെ സ്ഥലമാണ്. കൊട്ടവഞ്ചിയിൽ നമ്മൾ തന്നെ തുഴഞ്ഞു പോകണം. ലൈഫ് ജാക്കറ്റൊക്കെ അവർ തരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് പെഡൽ ബോട്ടിങ്ങും ചെയ്യാം. ഞങ്ങൾ പെഡൽ ബോട്ടിങ് ചെയ്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതാണെങ്കിലും കൊട്ടവഞ്ചിയിൽ കയറി. ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ലപോലെ തുഴഞ്ഞിട്ട് ശരിക്കും ആ കയറിയെടുത്ത് തന്നെ കൊണ്ടുപോയി ബോട്ട് കയറി. എങ്ങനെ കയറിയെന്ന് ഞങ്ങൾക്കറിയില്ല. എനിവേ ഞങ്ങൾ സേഫായിട്ട് പോയിട്ട് വന്നു. നല്ല രസമായിരുന്നു. കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകളും റൈഡ്സും ഒക്കെ ധാരാളമുണ്ട് കേട്ടോ. അതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുണ്ട്. ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ത്രിഫല മരം, ഇതാണ് ത്രിഫല മരം വെച്ചിട്ടുണ്ട്. അത് 3 മരങ്ങൾ ചേരുന്നതാണ് ഈ ത്രിഫല മരം. അത് ഒന്നിച്ചതേ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മരുന്നാണ്. ഈ ഹട്ട് കണ്ടോ, മരമൊന്നുമല്ല കേട്ടോ, കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് ചൂണ്ടയിടുന്ന സ്ഥലം. ചൂണ്ടയും തീറ്റയും ഒക്കെ വച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ നിന്ന് ആർക്കും ഒരു മീനെങ്കിലും കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. ഞങ്ങളും കുറേ നേരം ചൂണ്ടയിട്ടു, പക്ഷെ ഒന്നിനെയും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നങ്ങ് മാറി പിന്നെയും പാർക്ക് നടന്നു കാണാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് മാധവിക്കുട്ടിയുടെ നീർമാതളം. എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഈ നീർമാതളം അല്ലേ? ആ മരമാണ് ഇത്. കൂടാതെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂള് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതുപോലെ തന്നെ പേ ചെയ്യുന്നതുമായ സ്വിമ്മിംഗ് പൂളുമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളെല്ലാം ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെങ്കിൽ കുളിച്ചിട്ട് വേണം, അതിന് പ്രത്യേകതരം ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, ഈ പാർക്കിൻ്റെ ഓണറിൻ്റെ കൈയാണിത്. ഈ കൈക്കുള്ളിലത്തെ ഒരു മരവും വെച്ചിട്ടുണ്ട്. അതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ ഈ പാർക്കും ഈ പാർക്കിലെ വൃക്ഷങ്ങളും ചെടികളും എല്ലാം സുരക്ഷിതമായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഈ കൈയുടെ മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ ആവശ്യത്തിന് ടോയ്ലറ്റ്സും സ്നാക്ക് ഷോപ്സും അതുപോലെ റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ പാർക്കിൽ കയറിയാൽ ഒരു ദിവസം മുഴുവനും വറി ഫ്രീ ആയിട്ട് നടന്നു നീങ്ങാം. പിന്നെ ഇത് കണ്ടോ, ഒരു വഞ്ചിയിൽ 4 മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നാൽപ്പാമരം. അത്തി, ഇത്തി, പേരാൽ, അരയാൽ എന്ന 4 മരങ്ങളും ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഔഷധമൂല്യമുള്ള മരങ്ങളാണ്.
ഓ പിന്നെ നോക്കിക്കേ, ഇതാണ് വോളന്റൈൻസ് ഗാർഡൻ. ഈ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ ഇവിടെ പല വിധത്തിലുള്ള മുളകളുടെ ശേഖരമുണ്ട്. മഞ്ഞമുള, കറുത്തമുള, ഓടമുള, ലാത്തിമുള എന്ന് വേണ്ട സർവത്ര മുളകൾ തന്നെ. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു സ്റ്റാച്യു കണ്ടോ, ഇതിനെ ലവ് ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ലവ് ട്രീ. പിന്നെ അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേന് ഒരു ഏറുമാടം കോട്ടേജ് ഉണ്ട്. മരത്തിൻ്റെ മുകളിലുള്ള കോട്ടേജാണിത്. 2 പേർക്ക് മരത്തിൻ്റെ മുകളിൽ താമസിക്കണമെങ്കിൽ താമസിക്കാം. പിന്നെ വളരെ നല്ലതായിരിക്കും അല്ലേ, ഹണിമൂൺ കപ്പിൾസിനൊക്കെ നല്ലതായിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഇരുന്ന് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അസൽ ഫ്ലൂട്ട് വായന. നമ്മൾ പറഞ്ഞാൽ കുറേ നേരം അദ്ദേഹം ഫ്ലൂട്ടൊക്കെ വായിച്ചു തരും. ഞങ്ങൾ ഇത്ര നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ്. അതിനായിട്ട് ഒരു വലിയ ഏരിയയിലെ വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പച്ചക്കറികൾ മുഴുവനും ഈ ഗാർഡനിൽ കാണാം. ചേന, ചേമ്പ്, കാച്ചില്, നിത്യവഴുതന, കൂടാതെ നാടൻ വയാഗ്രയും ഉണ്ട്. ഈ പച്ചക്കറികളുടെയൊക്കെ വിളവെടുപ്പാകുമ്പോൾ അവർക്ക് ധാരാളം ഉള്ളതൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. കൂടാതെ ഇവിടെ തേണ്ട ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചകിരി പിരിച്ച് കയറുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഇതൊന്ന് കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പാർക്കിലെ ഈ കോട്ടേജസിൻ്റെ ഞാൻ പറഞ്ഞാൽ 22 കോട്ടേജസ് ഇവിടെയുണ്ട്. നിങ്ങൾക്കിപ്പം പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കോട്ടേജിൽ വന്ന് താമസിക്കാം. പട്ടിയോ പൂച്ചയോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെയും കൊണ്ട് വന്നാലും ഇവിടുത്തെ കോട്ടേജിൽ നമ്മൾക്ക് താമസിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരേറിയ മുഴുവൻ ഈ കോഴി, താറാവ്, പല സൈസിലുള്ള കോഴികളുണ്ട്, താറാവുണ്ട്, ടർക്കി ഉണ്ട് എന്ന് വേണ്ട എന്തെല്ലാം കോഴികളും ഉണ്ടെന്നറിയാം. അതുപോലെ ആടും പശുവും എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സൈക്ലിംഗ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ ഫ്രീ ആയിട്ട് സൈക്കിൾ എടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് സൈക്കിൾ റൈഡ് ചെയ്യാം. കാരണം 30 ഏക്കറുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ സൈക്കിളിൽ പോയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഗോ കാർട്ടുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ അഡ്മിഷൻ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ മരം കണ്ടോ, പണ്ട് ശ്രീബുദ്ധൻ ഭിക്ഷ യാചിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിച്ച പാത്രം ഈ മരത്തിൻ്റെ കായുടെ തോടാണെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? ഇതിന് അത്രയ്ക്കും കട്ടിയുള്ള തോടുള്ള ഒരു ഫലമാണ് ഈ വൃക്ഷത്തിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു കായുണ്ട് കേട്ടോ, അത് മൂത്തതൊന്നുമല്ല, അവർ വലയൊക്കെ ഇട്ട് അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുമ്പം തേണ്ട ഒരു കൂറ്റൻ ബൈബിൾ ശില്പം. ഇത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ആണ്. അതിശയം തോന്നി ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ റൈഡ്സും അതുപോലെ പാർക്കും സ്വിങ്സും എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ തേണ്ട കുട്ടൂസിൻ്റെ തീം പാർക്കും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചെറുതാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വേറിയം ഉണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ നോക്കിക്കേ, ഒരു ഗുഹ. ഈ ഗുഹയുണ്ടല്ലോ, ഇതൊരു കോട്ടേജാണ്. കണ്ടെന്നാൽ നമുക്ക് പേടിപ്പെടുത്തുന്ന പോലെ തോന്നൂല്ലേ? പക്ഷെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ഒന്നാന്തരം ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഉള്ള ഒരു കോട്ടേജാണ്. അത് കഴിഞ്ഞ പാർക്കിൻ്റെ ഒരു വശത്ത് തേണ്ട പരശുരാമൻ മഴു എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. ഒരു കൂറ്റൻ സ്റ്റാച്യു ആണ് കേട്ടോ. അതിനകത്തൂടെ കുറച്ച് നടക്കാനും ഒക്കെ നല്ല സ്ഥലമുണ്ട്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല. അതുപോലെ ഓരോ ഇതിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തുകൂടിയൊക്കെ നമ്മൾ നടന്ന് സമയം ചെലവഴിക്കാനായിട്ട് ഒരു വിഷമവും ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സർപ്പക്കാവുണ്ട്. സർപ്പക്കാവിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു തൂക്കുവിളക്കൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ പൊന്നെ, ഇനിയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വീഡിയോ നീണ്ടു പോകുന്നതിനാൽ ഞാനിവിടെ നിർത്തുകയാണേ. എന്നവാണേലും ഇത്രയും നല്ലൊരു പാർക്ക് കേരളത്തിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയുള്ളത്. എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലീൻ. ഒരു ശകലം പോലും ട്രാഷ്, ഒരു ബോട്ടിലോ ഒരു പേപ്പർ ടവലോ ഒന്നും അവിടെ ഇല്ല. അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് പോലെ തന്നെ ഉള്ള ഒരു പാർക്ക് ഇവിടെ കണ്ടതിൽ ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നമ്മുടെ കേരളവും നല്ലപോലെ പുരോഗമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് വെച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടും അഭിനന്ദനീയമാണ്. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, എക്സ്ട്രാ ടൂറൊന്നും എടുക്കാനായിട്ടൊന്നും പൈസ ചിലവാക്കേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ. നിങ്ങൾക്ക് നടന്ന് കാണാൻ സാധിക്കുമെങ്കിൽ ആ എൻട്രൻസ് ഫീ കൊടുത്തിട്ട് മുഴുവനും കാണാനുള്ളതേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിൽ കയറുന്നതും
അതുപോലെ തന്നെ ട്രെയിനിൽ കയറി ഒന്ന് ചുറ്റുന്നതും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കാറ് പോലെയുള്ളതുണ്ട്, അതിൽ കയറി അതിനകത്തൂടെ ചുറ്റി നടക്കാനായിട്ടും കഴിയും. ശരിക്കും ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാനും മാത്രമുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കണിശമായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.